ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. കഴിവതും ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്. തനിയെ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണിതിന്. തയ്യാറെടുപ്പും സഹനശക്തിയുമുണ്ടെങ്കിൽ എല്ലാ നേരവും ഈ പ്രതിഫലം നേടാം. നിയ്യത്തിൽ ഇമാമിനോടൊപ്പം എന്ന് പ്രത്യേകം കരുതണം. ഇമാമാണെങ്കിൽ ഇമാമായി നിസ്കരിക്കുന്നു എന്നും. ഒരാൾ മാത്രമാണ് മഅ്മൂമെങ്കിൽ ഇമാമിന്റെ വലതുഭാഗത്താണ് നിൽക്കേണ്ടത്. രണ്ടാമത് വരുന്നയാൾ ആദ്യത്തെയാളെ പിടിച്ച് താഴേക്കാക്കുകയല്ല ചെയ്യേണ്ടത്, ഇടതുഭാഗത്ത് നിൽക്കുക. തക്ബീർ ചൊല്ലിയ ശേഷം രണ്ടുപേരും ഒരുമിച്ച് താഴേക്കിറങ്ങി നിൽക്കുക. ഇതാണ് ശരിയായ രീതി. ഇമാമിന്റെ മടമ്പുകാലിനേക്കാൾ മഅ്മൂം മുന്താതിരിക്കലും തുടർച്ച സാധുവാകാനുള്ള നിബന്ധനയാണ്. ഇമാം നിൽക്കുന്ന സ്ഥലത്തിന് മുകളിലായാലും താഴെയായാലും മഅ്മൂം ഇമാമിന്റെ മുമ്പിലാവാൻ പാടില്ല. ഒപ്പം നിൽക്കുന്നതിന് വിരോധമില്ല, പക്ഷേ കറാഹത്താണ്. ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ടതും തുടർച്ചയുടെ നിബന്ധനയിൽപ്പെടുന്നു. രണ്ടുപേരും പള്ളിയിലാണെങ്കിൽ പള്ളി എത്ര വിശാലമാണെങ്കിലും ഒരു സ്ഥലത്ത് തന്നെയാണ്. എന്നാൽ ഒരാൾ പള്ളിക്ക് പുറത്താണെങ്കിൽ ഇമാമിലേക്ക് എത്താനുള്ള മാർഗം സുഗമമായിരിക്കേണ്ടതാണ്. ദൂരസ്ഥലത്തുള്ള ഇമാമിനെ ടെലിവിഷനിൽ കണ്ടാൽ മതിയാവില്ല. കർമ്മപരമായ ഒരു ഫർള് കൊണ്ട് മനഃപൂർവ്വം ഇമാമിനേക്കാൾ മഅ്മൂം മുന്തൽ ഹറാമാണ്. 2 ഫർള് കൊണ്ട് മുന്തിയാൽ നിസ്കാരം ബാത്തിലായതു തന്നെ. ഇമാമിന്റെ പിന്നിലായിട്ടാണ് മഅ്മൂം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഫർളുകളിലും സുന്നത്തുകളിലുമെല്ലാം മഅ്മൂം ഇമാമിനോട് പിൻപറ്റണം. ഇമാം ഏതെങ്കിലും സുന്നത്ത് ഒഴിവാക്കിയാൽ മഅ്മൂമിന് അത് ചെയ്യാമോ? അത് ചെയ്യാൻ വേണ്ടി ജമാഅത്തിന്റെ രൂപത്തിൽ വൈകൃതം തോന്നിപ്പിക്കും വിധം വിഘടിച്ചു നിൽക്കാൻ പാടില്ല. ഇമാം 1-ാം അത്തഹിയ്യാത്ത് ഓതാതെ എഴുന്നേറ്റു എന്നിരിക്കട്ടെ, എന്നാൽ മഅ്മൂമും എഴുന്നേൽക്കണം. മഅ്മൂം ഇരിക്കുക, ഇമാം നിൽക്കുക എന്ന അവസ്ഥയുണ്ടാകുന്നത് അലങ്കോലമാണ്. മഅ്മൂം ആ സുന്നത്ത് ഒഴിവാക്കി ഇമാമിനോടൊപ്പം ചേരുകയാണ് വേണ്ടത്. നിസ്കാരത്തിൽ ഇമാം ഓത്തിന്റെ സുജൂദിലേക്ക് പോകുമ്പോൾ മഅ്മൂം പോകാതെ നിന്നാൽ ഇമാം പോകാതെ മഅ്മൂം പോയാലും തുടർച്ച മുറിഞ്ഞത് തന്നെ. രൂപവൈകൃതമുണ്ടാകാത്ത വിധം വളരെ പെട്ടെന്ന് മഅ്മൂമിന് ആ സുന്നത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ ഇമാം ചെയ്തില്ലെങ്കിലും മഅ്മൂമിന് ചെയ്യാവുന്നതാണ്. സുബ്ഹിയിൽ കുനൂത്ത് ഓതാൻ ഇമാം മറന്നുവെന്നിരിക്കട്ടെ, മഅ്മൂം ഇമാമിനെ അനുഗമിക്കുക. അനുഗമിക്കാതെ കുനൂത്ത് ഓതാൻ നിൽക്കുകയാണെങ്കിൽ ഇമാമുമായി മനസ്സുകൊണ്ട് വേർപിരിയേണ്ടതാണ്. ഇനി കുനൂത്ത് ഓതാതെ ഇമാമിനെ അനുഗമിച്ചതാണെങ്കിലോ, ഇമാം സഹവിന്റെ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ചെയ്യുന്നില്ലെങ്കിൽ ഇമാമിനോട് വേർപിരിഞ്ഞ് മഅ്മൂമിന് സഹവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. കുനൂത്ത് ഓതാത്ത ഇമാമിനെയാണ് തുടർന്നതെങ്കിലോ, കുനൂത്തിന്റെ സമയത്ത് തന്നെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്ന് ചൊല്ലിയാൽ കുനൂത്തിന്റെ അടിസ്ഥാന സുന്നത്ത് ലഭിക്കും, തുടർച്ച മുറിയുകയുമില്ല. ഇമാമിന്റെ നീക്കങ്ങൾ അറിയലും തുടരൽ സാധുവാകാനുള്ള നിബന്ധനയാണ്. ഇമാമിനെ കാണുക, ശബ്ദം കേൾക്കുക, അണികളുടെ ചലനം അറിയുക തുടങ്ങിയവയിലൂടെ ഇത് സാധ്യമാകും. ഫാത്തിഹ ഓതാതെ തന്നെ മഅ്മൂമിന്റെ റക്അത്ത് സഫലമാകുന്നത് എപ്പോഴാണ്? ഇമാമിനോടൊപ്പം പിന്തുടർന്ന മസ്ബൂക്ക് 1-ാം റക്അത്തിൽ അവന് ഫാത്തിഹ ഓതാനുള്ള സാവകാശം കിട്ടിയില്ലെങ്കിൽ ഇമാമിനോടൊപ്പം റുക്കൂ കിട്ടിയാൽ മതി. റുക്കൂവും കിട്ടിയില്ലെങ്കിൽ റക്അത്ത് കിട്ടില്ല. ജുമഅക്ക് വൈകിയെത്തുന്നവർ ഓർക്കുക, 2-ാം റക്അത്തിൽ ഇമാമിനോടൊപ്പം റുക്കൂ എങ്കിലും കിട്ടിയാൽ ഇമാം സലാം വീട്ടിയ ശേഷം ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. റുക്കൂ കിട്ടിയില്ലെങ്കിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. ഇതിനു ശേഷം തുടരുന്നവർ ഇമാം സലാം വീട്ടിയാൽ 4 റക്അത്ത് നിസ്കരിക്കണം. ജുമഅ 2 റക്അത്ത് എന്ന നിയ്യത്ത് തന്നെയാണ് ഇവരും കരുതേണ്ടത്. യാത്രക്കാരന്റെ നിസ്കാരത്തെക്കുറിച്ച് പറയാം. യാത്രയുടെ പേരിലാണെങ്കിലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. അവർക്ക് ചില ആനുകൂല്യങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഉദ്ദിഷ്ട സ്ഥലത്തേക്കുള്ള ദൂരം 132 കിലോമീറ്ററെങ്കിലും വേണം. ളുഹ്ർ, അസർ എന്നീ നിസ്കാരങ്ങളെയും മഗ്രിബ്, ഇശാ എന്നിവയെയും 2-1 സമയത്ത് ഒരുമിച്ച് നിർവഹിക്കുന്നതിനാണ് ജംഅ് എന്ന് പറയുന്നത്. 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്തായി ചുരുക്കി നിർവഹിക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയുന്നത്. ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവന് ഈ ആനുകൂല്യം ലഭിക്കില്ല. താമസിക്കുന്ന സ്ഥലത്തിന്റെ അതിർത്തി വിടണം എന്ന നിബന്ധനയുമുണ്ട്. കരിപ്പൂരിലേക്ക് പോകുന്ന ഒരാൾ ളുഹ്റിന്റെ സമയമായിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് ളുഹ്ർ നിസ്കരിക്കുമ്പോൾ അസറിനെ ജമ്മാക്കാൻ കഴിയില്ല. നാടിന്റെ പരിധി കഴിഞ്ഞ് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ളുഹ്റും അസറും ജമ്മും കസറുമാക്കാം.
2 റക്അത്ത് ളുഹറും 2 റക്അത്ത് അസറും. 4 റക്അത്ത് കൊണ്ട് കാര്യം കഴിഞ്ഞു. രണ്ടിനെയും ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക എന്നും അസറിന്റെ സമയത്താണെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക എന്നും പറയും. മഗ്രിബിന്റെയും ഇശാഇന്റെയും കാര്യവും ഇങ്ങനെ തന്നെ. പിന്തിച്ച് ജമ്മാക്കുന്നവർ ആദ്യ നിസ്കാര സമയം കഴിയും മുമ്പേ പിന്തിച്ച് ജമ്മാക്കുന്ന കാര്യം മനസ്സിൽ കരുതണം. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതിയാൽ അവന്റെ യാത്ര അവസാനിച്ചതായി കണക്കാക്കും. ഉദാഹരണത്തിന്, ബോംബെയിലെത്തിയ ഒരാൾ കാര്യം നേടാൻ 4 ദിവസം താമസിക്കണമെന്ന് ആദ്യമേ അറിഞ്ഞാൽ അവന് ജമ്മും കസറും പറ്റില്ല. അതേസമയം എപ്പോൾ കാര്യം നടക്കുമെന്നറിയില്ല, ഏത് നിമിഷവും ശരിയാവാം. ഇങ്ങനെയൊരു പ്രതീക്ഷയിലാണെങ്കിൽ 18 ദിവസം വരെ കസറാക്കാവുന്നതാണ്, ശേഷം പറ്റില്ല. മുന്തിച്ച് ജമ്മാക്കുമ്പോൾ നിസ്കരിക്കുന്ന ജോഡികളിലെ ആദ്യത്തെ നിസ്കാരം ഏതാണോ അത് തന്നെ ആദ്യം നിർവഹിക്കണം. ളുഹറും അസറുമാണ് ജമ്മാക്കുന്നതെങ്കിൽ ആദ്യം ളുഹർ നിസ്കരിക്കണം. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ളുഹറിനെ പിന്തിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ആദ്യ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് തീരും മുമ്പായി രണ്ടാമത്തെ നിസ്കാരത്തെ ജംആക്കുന്നു എന്ന് കരുതിക്കൊള്ളണം. ആദ്യ നിയ്യത്തിൽ തന്നെ ഈ ഉദ്ദേശമുണ്ടായിരിക്കുന്നത് ഉത്തമമാണ്. രണ്ടാമത്തെ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി യാത്ര തീർന്നാൽ ജമ്മ് അനുവദനീയമല്ല. 2 നിസ്കാരങ്ങൾക്കിടയിൽ കൂടുതൽ സമയം ദൈർഘ്യമുണ്ടാവരുത്. സുബ്ഹിയെ ജമ്മും കസറും ആക്കാൻ